نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اتقوا الله عباد الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ذلك ومن يعظم شعائر الله فإنها من تقوى القلوب أيها المؤمنون أوصيكم وإياكم وإياي أولا بتقوى الله اتقوا الله عباد الله ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, നമ്മെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു വരുന്ന പ്രപഞ്ചരക്ഷിതാവായ പടച്ചറപ്പിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണേ എന്ന് എല്ലാവരെയും ആദ്യമായി ഓർമ്മപ്പെടുത്തുന്നു, പ്രത്യേകമായി വസിയ്യത്ത് ചെയ്യുന്നു. റബ്ബിന്റെ കാരുണ്യ കടാക്ഷം നമ്മുടെയും നമ്മുടെ കുടുംബങ്ങളുടെയും നമ്മുടെ സമൂഹത്തിൻ്റെയും ഒക്കെ എല്ലാ മേഖലകളിലും റബ്ബ് സുബ്ഹാനഹു വ തആല അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇബാദല്ലാഹ്, ഇന്നൽ ഇഹ്തിറാം ഖീമത്തുൻ അദീമത്തുൻ മിൻ ഖിയമിൽ ഇസ്ലാം വഹുവ തഖ്ദീറുൽ ആഖരീൻ വത്തആമുലു മഅഹും അലാ ഹുസ്നിൽ ഇക്റാം. ബഹുമാന്യരെ, പരസ്പര ആദരവും സ്നേഹവും ജീവിതത്തിൽ ഉണ്ടായിരിക്കുക എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള സംഗതിയാണ്. ഒട്ടനവധി മേഖലകളിൽ ഇങ്ങനെ നന്മയുടെ, സഹകരണത്തിൻ്റെ, ബഹുമാനത്തിൻ്റെ, ആദരവിൻ്റെ മേഖലകൾ കാത്തു സൂക്ഷിക്കണമെന്ന് അള്ളാഹു പറയുന്നുണ്ട്. ഒരാളെ റെസ്പെക്ട് ചെയ്യുക എന്നത്, ഒരു സംഗതിയെ ബഹുമാനിക്കുക എന്നുള്ളത്, ചില ദിവസങ്ങളെയും മാസങ്ങളെയും ഒക്കെ ആദരിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ പ്രത്യേകമായി നിശ്ചയിക്കപ്പെട്ട സംഗതികളാണ്. വഖാല അല്ലാഹു തആല വഖൂലു ലിന്നാസി ഹുസ്ന. നിങ്ങളുടെ സംസാരങ്ങൾ ജനങ്ങളോട് നല്ല നിലക്കാകണേ, നല്ലതാണ് പറയേണ്ടത് എന്ന്. സംസാരത്തിൽ തുടങ്ങി പ്രവർത്തനങ്ങളിലും ചിന്തകളിലും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഈ ബഹുമാനവും ആദരവും സൂക്ഷിക്കണമെന്ന് നമ്മളോട് അള്ളാഹു ആവശ്യപ്പെടുന്നുണ്ട്. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന മിൻ ഖിയാരിക്കും അഹാസിനിക്കും അഖ്ലാഖ. നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ലവരെന്നറിയാം? നല്ല സ്വഭാവ മഹിമയുള്ള ആളുകളാണ്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന കമന്റുകൾ, നമ്മൾ നടത്തുന്ന സംസാരങ്ങൾ, നമ്മളോട് ഇടപഴകുന്ന ആളുകളുമായി ഒക്കെ ഉണ്ടാകുന്ന താഴ്ത്തിക്കെട്ടുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ ഇന്ന് വലിയ ട്രെൻഡാണ്.
ട്രോളുകൾക്കാണ് ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ പ്രാധാന്യമുള്ളത്. എന്നാൽ ഒരു യഥാർത്ഥ മുസ്ലിം അകാരണമായി മറ്റുള്ളവരെ ഇങ്ങനെ ഇകഴ്ത്തുന്നത്, അവരെ താഴ്ത്തിക്കെട്ടുന്നത്, അവരുടെ അന്തസ്സിനും അഭിമാനത്തിനും ഒക്കെ ക്ഷതമേൽപ്പിക്കുന്നത് എന്ത് വലിയ പാതകമാണെന്നറിയാമോ? സലാഹു അംരിക ലിൽ അഖ്ലാഖി മർജിഉഹു ഫഖവ്വിം النفس بالأخلاق تستقيمي فالنفس من خيرها في خير وعافية والنفس من شرها في مرتع واخم. ഒരു കവി പറയുന്നത്, നിന്റെ കാര്യങ്ങളുടെ വിജയമെന്ന് പറയുന്നത് ഉന്നതമായ സ്വഭാവത്തിലാണ് കുടികൊള്ളുന്നത്. അതിനാൽ സൽസ്വഭാവം കൊണ്ട് നിന്റെ മനസ്സിനെ നീ സംസ്കരിക്കുക. ومن أعظم الاحترام احترام الله عز وجل ورسوله صلى الله عليه وسلم وتعظيم دين الله. ഏറ്റവും വലിയ ബഹുമാനം ആരോടാ വേണ്ടത്? അള്ളാഹുവിനോടാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്, അള്ളാഹുവിന്റെ ദീനിനോടാണ്. അതിനെ കളിയാക്കരുത് ഒന്നിനെയും. വാക്കുകൾ കൊണ്ട്, പ്രവൃത്തി കൊണ്ട് ഈ ദീൻ നമുക്ക് വേണ്ടി പഠിപ്പിച്ചു തന്ന കാര്യങ്ങളൊന്നും തന്നെ കളിയാക്കരുത്, കുറവാക്കി പറയരുത്. അള്ളാഹുവിനെ സംബന്ധിച്ച് എപ്പോഴെങ്കിലും അള്ളാഹുവിന് ഇഷ്ടകരമല്ലാത്ത കാര്യങ്ങൾ ചെയ്യരുത്, പറയരുത്. അള്ളാഹുവിന്റെ പ്രവാചകനോടും അങ്ങനെ തന്നെ. ذلك ومن يعظم شعائر الله فإنها من تقوى القلوب. അള്ളാഹുവിന്റെ ശആയിറുകളുണ്ട്, അള്ളാഹുവിന്റെ അടയാളങ്ങളുണ്ട്, ചിഹ്നങ്ങളുണ്ട്, ഒരുപാട് സൈനുകളുണ്ട്. ഇവിടെ ബാങ്കും പള്ളിയും നമസ്കാരവും ഹജ്ജും അതിലെ കർമ്മങ്ങളൊക്കെ ശആയിറുള്ളയാണ്, അള്ളാഹുവിന്റെ അടയാളങ്ങളാണ്. അതൊക്കെ കേൾക്കുമ്പോ, അറിയുമ്പോ അതിനോടൊക്കെ മോശമായി പെരുമാറുന്നത്, അള്ളാഹുവിന്റെ അടയാളങ്ങളെ ആരെങ്കിലും അനാദരിക്കുന്നത്, അത് തെറ്റാണത്. ബഹുമാനിക്കുക എന്നുള്ളത് അത് തഖ്വയാണ്. നമസ്കാരത്തെ ബഹുമാനിക്കുന്നു, വുളു എടുക്കുന്നതിനെ ബഹുമാനിക്കുന്നു. ഓരോ കർമ്മങ്ങളും അങ്ങനെ ബഹുമാനപൂർവം ചെയ്യുന്നുവെന്ന്, ആദരപൂർവം ചെയ്യുന്നുവെങ്കിൽ അത് വലിയ നല്ലൊരു കാര്യമാണ്, തഖ്വയാണ് എന്നാണ് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. വമിനൽ ഇഹ്തിറാം ഇഖ്തിയാറുൽ കലിമാത്ത് അത്തയ്യിബ വഇജ്തിനാബ് അൽ ഇബാറാത്തുൽ ജാരിഹ വൽ ഇശാറാത്തുൽ മുസീഅ. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബഹുമാനത്തിന്റെയും ആദരവുകളുടെയും അടയാളങ്ങൾ വിശ്വാസികളിലുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത്, മറ്റുള്ളവരെ കളിയാക്കുന്നതിനും കുറ്റപ്പെടുത്തുന്നതിനും വേണ്ടുന്ന സംസാരങ്ങൾ ഉണ്ടാവില്ല. തിരഞ്ഞെടുക്കുന്ന വാക്കുകൾ നല്ലതായിരിക്കും. ഇഖ്തിയാർ അൽ കലിമാത്ത് അത്തയ്യിബ, നല്ല വാക്കുകളാണ് തിരഞ്ഞെടുക്കുന്നത്. ഇജ്തിനാബ് അൽ ഇബാറാത്ത് അൽ ജാരിഹ, കുറ്റകരമായ ദോഷകരമായ സംസാരങ്ങൾ അയാൾ ഒഴിവാക്കുന്നു. വൽ ഇശാറാത്തുൽ മുസീഅ, ദോഷകരമായ സൂചനകൾ പോലും അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. വഖാല അല്ലാഹു തആല വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. അൽ ഹുമസ വൽ ലുമസ, ലുമസയും ഹുമസയും എന്ന് പറയുന്നത് കുത്തുവാക്ക് പറയുന്നതും കുറവാക്കുന്നതും കൊച്ചാക്കുന്നതും മറ്റുള്ളവരുടെ ബഹുമാനം ആദരവുകൾ കാത്തു സൂക്ഷിക്കാതിരിക്കുന്നതും അത് വലിയ തെറ്റായിട്ടാണ് കാണുന്നത്. ഹമസ ഹുമസ എന്ന് പറയുന്നത് പ്രവർത്തികൾ കൊണ്ടുള്ള കുറ്റങ്ങളാണ്. കണ്ണിറുക്കി കാണിക്കുന്നു, ഗോഷ്ഠ്യം കാണിക്കുന്നു. ലുമസ എന്ന് പറയുന്നത് അയാളുടെ നാവുകൾ കൊണ്ട്, സംസാരം കൊണ്ട് ഉണ്ടാകാവുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ ഏതായിരുന്നാലും സൈബറിന്റെ ലോകത്ത് കടന്നു കയറി അറ്റാക്കുകൾ നടത്തുന്നത്, നേരിട്ടുള്ള സംസാരങ്ങളിലോ പ്രവർത്തനങ്ങളിലോ ഒക്കെ ഇങ്ങനെ ഉണ്ടാകുന്നത്, അത് വലിയ ഗുരുതരമായ കാര്യമാണ്. ومن الاحترام
احترام عقول الناس. وجاء رجل إلى النبي صلى الله عليه وسلم وقال يا رسول الله إذن لي للزنا. ഒരു സംഭവം ഉണ്ടാകുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ കടന്നു വന്നിട്ട് എനിക്ക് ചില കാര്യങ്ങളൊന്നും ജീവിതത്തിൽ ഒഴിവാക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് പണ്ടേ ശീലിച്ചു വരുന്ന ഒരു ആചാരം എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ ഒരു കർമ്മം എന്നുള്ള നിലക്ക് സിന ചെയ്യാൻ, വ്യഭിചാരം ചെയ്യാനുള്ള അനുവാദം തരണം എന്ന് ചോദിക്കുകയാണ്. സഹാബത്ത് ഇരിക്കുമ്പോ എല്ലാവരും കൂടിയിരിക്കുന്ന സദസ്സിലാ ചോദ്യം. സ്വാഭാവികമായും എന്താ നമ്മൾ പ്രതികരിക്കുക ആ ചോദ്യത്തോട്? സഹാബത്ത് പ്രതികരിച്ചു, ഇത് ചോദിക്കേണ്ടത് റസൂലിനോടാണ്, ഇത്ര മോശക്കാരനായോ നീ എന്ന് പറഞ്ഞ് അയാൾ ആട്ടി പറഞ്ഞേക്കുമ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ വകഞ്ഞു മാറ്റിയിട്ട് ഈ ചോദിച്ച മനുഷ്യനെ അരികത്തേക്ക് വിളിച്ചിട്ട് വസഅല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിമൻ ജാഅ വസഅല അൻ ഇദ്നി അസ്സിന അതുഹിബ്ബുഹു ലക ഹൽ ലക ഉമ്മുൻ അതുഹിബ്ബുഹു ലിഉമ്മിക്. നിനക്ക് ഉമ്മ ഉണ്ടോ? നിന്റെ ഉമ്മയോട്, അതൊരു സ്ത്രീയാണല്ലോ, ആ ഉമ്മയോട് ഈ കാര്യം ചെയ്യാൻ നിനക്ക് ഇഷ്ടമുണ്ടോ? ഇല്ല. അതുഹിബ്ബുഹു ലിബ്നതിക് അതുഹിബ്ബുഹു ലിഉഖ്തിക് അതുഹിബ്ബുഹു ലിഅമ്മതിക് അതുഹിബ്ബുഹു ലിഖാലതിക്. ഇന്നിങ്ങനെ ഈ ചോദ്യങ്ങൾ വ്യത്യസ്തമായി ചോദിക്കുന്നു. നിനക്ക് സഹോദരിയുണ്ടോ? നിനക്ക് മകളുണ്ടോ? നിനക്ക് അമ്മായിയുണ്ടോ? നിനക്ക് ഇളയമ്മയുണ്ടോ? മുത്തമ്മയുണ്ടോ? എന്നൊക്കെ ചോദിക്കുമുണ്ട്. ഈ കാര്യം അവരോട് എങ്ങനെയാണ് നീ കാണുന്നത് എന്ന് ചോദിക്കുകയാണ്. ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് അയാളെ ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത് എന്ന് പഠിപ്പിക്കുക. വഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്ദിസുൻ നാസ ബിമാ യഅരിഫൂൻ ഹദ്ദിസുൻ നാസ ബിമാ യഅരിഫൂൻ. ആളുകൾക്ക് അറിയാവുന്ന പച്ചയായ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ആ യാഥാർത്ഥ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് അവരോട് സംസാരിക്കാം. അവരുടെ മനസ്സുകളിലേക്ക് വാചകങ്ങൾ ഇട്ടുകൊടുക്കുക, എന്നിട്ട് അവരെ തെറ്റുകളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന്. വമിനൽ ഇഹ്തിറാം വമിൻ സുവരിൽ ഇഹ്തിറാം അദ്മു തഫ്രീഖ് ബൈനൻ നാസ്. അൽ ഖാദി ലാ യുഫർരിഖു ഫീ ഹുക്മിഹി ബൈന ദഈഫിൻ വശരീഫിൻ വകുല്ലു നാസ് മിസ്ല ദാലിക്. ഇവിടെ നമ്മുടെ സമൂഹത്തിൽ ഇടപെടുമ്പോൾ ഒരുപാട് തരത്തിലുള്ള സംഗതികൾ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. നീതി പാലിക്കുന്ന വിഷയത്തിൽ ആളുകളെ ഒരു തരത്തിൽ പാവപ്പെട്ടവരാണെങ്കിൽ അവനെ മോശമാക്കുന്ന, അവർക്കൊരു നീതിയും പണക്കാരനാണെങ്കിൽ അവർക്ക് മറ്റൊരു രീതിയും എന്ന രൂപം ഇസ്ലാമിലില്ല, പാടില്ല എന്ന് പഠിപ്പിക്കുന്നു. ഒരു ഖാദി അയാൾ ജഡ്ജ് ചെയ്യേണ്ടത് നീതിക്കനുസരിച്ചാണ്. ഫഖീർ ആരാണ്, വനിയ്യ ആരാണ്, ആ വിവേചനത്തോടു കൂടിയായിരിക്കരുത്. വത്തബീബ് യഹ്തമു ബിഇലാജിൽ ഫഖീർ കമാ യഹ്തം ബിഇലാജ് അൽ ഗനിയ്യ. والمعلم لا يميز بين التلاميذ والعب يعدل بين الأولاد. ഇങ്ങനെ നമ്മൾ എണ്ണുമ്പോ ഒരുപാടുണ്ട്. നമ്മൾ കാണിക്കുന്ന ഡോക്ടർമാർ അവര് പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ ആ പരിഗണന പാടില്ല. അതേപോലെ അധ്യാപകൻ വിദ്യാർത്ഥികളുടെ മുമ്പിൽ, വാപ്പ തങ്ങളുടെ മക്കളുടെ മുമ്പിൽ, ഇങ്ങനെ എല്ലാവരും ദറജ കൂടിയ ആളുകളോട് ഒരു ഇടപെടലും, ദറജ കുറഞ്ഞ ഗ്രേഡ് കുറഞ്ഞ ആളുകളോട് മറ്റൊരു നിലപാടുമൊക്കെ സ്വീകരിക്കുന്ന അനാദരവിന്റെ ആളുകളാകരുത് മുദീറന്മാർ, നേതാക്കന്മാരായിട്ടുള്ള ആളുകളെന്ന് ഇസ്ലാം കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. കാരണം ഖുർആൻ പറഞ്ഞത് ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ഖുർആൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ആളുകൾക്കിടയിൽ നീതി ചെയ്യാനാണ്, അദ്ല് ചെയ്യാനാണ്, വൽ ഇഹ്സാൻ നന്മ ചെയ്യണമെന്നാണ് നിങ്ങളോട് പഠിപ്പിച്ചിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള ഒരു ജീവിതം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അനുഗുണമല്ല എന്ന്
വളരെ കൃത്യമായി അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്താം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശർറു തആം തആമുൽ വലീമ യുദ്ആ ലഹാ അൽ അഗ്നിയാ വയുത്രകു അൽ ഫുഖറാ. വലീമത്ത് എന്നത് വലിയൊരു കാര്യമല്ലേ? വിവാഹ സദ്യ എന്ന് പറഞ്ഞാൽ എല്ലാവരും സന്തോഷത്തോടുകൂടി കാണുന്ന, അനുഭവിക്കുന്ന, ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കടന്നു വരുന്ന, എന്തിനു ഞാൻ കുറവാക്കണം എന്ന അടിസ്ഥാനത്തിൽ എല്ലാ ആർഭാടത്തോടു കൂടി നടത്തുന്ന സന്തോഷകരമായ ഒരു കാര്യമല്ല വലീമത്ത്. ആ വലീമത്തിന്റെ വിഷയവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കിയില്ല. പറഞ്ഞു വളരെ കൃത്യമായി, ഏറ്റവും മോശപ്പെട്ട ഭക്ഷണം വലീമത്തിന്റെ ഭക്ഷണമാകും. ചില സമയങ്ങളിൽ നിങ്ങൾ കഴിച്ച ഭക്ഷണം, നിങ്ങൾ കൊടുത്ത ഭക്ഷണം, നിങ്ങൾ ധർമ്മം ചെയ്ത ഭക്ഷണം, നിങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണം, അത് ഏറ്റവും മോശമാകുന്നത് എപ്പോഴാണെന്നറിയോ? യുദ്ആ ലഹാ ശർറു തആം തആമുൽ വലീമ യുദ്ആ ലഹാ അൽ അഗ്നിയാ വയുത്രക അൽ ഫുഖറാ. ഫഖീറന്മാരെ ഒഴിവാക്കി പണക്കാരെയും തനിക്ക് വേണ്ടപ്പെട്ടവരെയും മാത്രം വിളിച്ച് അയൽവാസിയെ പരിഗണിച്ചില്ല. ജാറില്ല, ഫഖീറില്ല, പാവപ്പെട്ടവരില്ല, മിസ്കീനില്ല, അവരൊന്നുമില്ലാത്ത വിധത്തിൽ നടത്തുന്ന സദ്യകളുണ്ടല്ലോ, നിങ്ങളുടെ അടിയന്തരങ്ങളുണ്ടല്ലോ, ഏറ്റവും മോശപ്പെട്ട ഭക്ഷണ. കാരണം വിവേചനം കാണിച്ചു. ആ പാവപ്പെട്ട ആളുകളെ അംഗീകരിക്കാതെ ബഹുമാനിക്കാതെയാണ് നിങ്ങൾ ഈ നിലക്ക് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നാണ്. ഈ നിലക്ക് പരിശോധിക്കുമ്പോൾ ഒരുപാടുണ്ട്. വൈഹറം അൽ മരീദ് രോഗിയായ ആളുകൾ, ദുർബലരായ ആളുകൾ, അവരെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ ഒരിക്കലും പിന്നോട്ട് പോകാൻ പാടില്ല. വല്ലദീ നഫ്സി ബിയദിഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആരാണ്? അല്ലാഹുവാണ് സത്യം. ഏറ്റവും നല്ല, ഏറ്റവും മെച്ചപ്പെട്ട ആളുകൾ ആരാണെന്ന് പഠിപ്പിക്കുമ്പോൾ ഒരു സംഭവത്തിന്റെ പുറകെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിന് വന്ന ദുർബലത കളിയാക്കിയ ആളുകളെ നോക്കിയിട്ട് പറയുന്നുണ്ട്, അഫ്ളൽ വല്ലദീ നഫ്സി ബിയദിഹി ലഹുമാ അസ്ഖൽ ഫിൽ മീസാനി മിൻ ഉഹ്ദിൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇബ്നു മസ്ഊദിന്റെ ആ വിറങ്ങലിച്ച കാലുകളില്ലേ, ആ നടക്കാൻ കഴിയാത്ത ഉടത്തുള്ള ആ കാലുകളില്ലേ, ഉടന്തെന്ന് തോന്നിക്കുന്ന വിധത്തിലുള്ള ആ കാലുകളില്ലേ, അതിനെയാണ് നിങ്ങൾ കളിയാക്കുന്നത്. മീസാനിൽ ഏറ്റവും ഖനം തൂങ്ങുന്ന സംഗതികളാണ് കേട്ടോ എന്ന് അന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരിക്കൽ ഉസ്മാൻ ഇബ്നു അബിൽ ആസ് സഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇജ്അൽനി യാ റസൂലല്ലാഹ് ഇമാമൻ ലിന്നാസ്. അദ്ദേഹം ചോദിക്കുക, ആളുകളുടെ ഇമാമായിട്ട് നിൽക്കാൻ, ഖുർആൻ അറിയുന്ന ആളാണ്, അവരുടെ മുമ്പിൽ ഇമാമായി നിൽക്കാൻ വേണ്ടി എന്നെ നിങ്ങൾ നിശ്ചയിക്കണേ എന്ന് ചോദിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അൻത ഇമാമുഹും വഖ്തദി ബിഅദാഫിഹിം. നീ ഇമാമാണ് അവരുടെ, ഒക്കെ ആയിക്കോട്ടെ, പക്ഷെ അവരിൽ ഏറ്റവും ദുർബലനാരാണോ ആ ദുർബലനെയാണ് നീ ഫോളോ ചെയ്യേണ്ടത്. വഖ്തദി ബിഅദാഫിഹിം. ആരാണ് അവരിൽ ഏറ്റവും ദുർബലനായ മനുഷ്യൻ? ആ മനുഷ്യനാണ് നീ ഇമാമത്ത് നിൽക്കേണ്ടത്. അൻതൽ ഇമാമു ബിഅദഅഫിൻ നാസ് അൻത ലൈസൽ ഇമാമു ബിഅഖ്വൻ നാസ്. ജനങ്ങളിൽ ഏറ്റവും ശക്തരായ ആളുകൾക്കുള്ള ഇമാമല്ല നീ, ഏറ്റവും ദുർബലരായ ആളുകളുടെ ഇമാമാണ് നീ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ബഹുമാനത്തിന്റെ, ആദരവിന്റെ, അളമത്തിന്റെ, ഇഹ്തിറാമിന്റെ പാഠങ്ങളായി ഇസ്ലാം നമുക്ക് നൽകുന്നതാണ്. ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക, ജീവിതത്തിൽ ഇതിന്റെ മാതൃകകൾ ഉൾക്കൊള്ളുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി മുഹമ്മദിൻ മുസ്തഫ വഅലാ ആലിഹി വസഹ്ബിഹി ദിൽ ഫദ്ലി വൽ വഫാ. അമ്മാ ബഅദ്. ഉസീകും വഇയ്യാ സാരിയ ബിത്തഖ്വല്ലാഹ്. പടച്ചറബിന്റെ വിധിവിലക്ക് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് മുത്തഖികളായ മുഅ്മിനുകളായി അള്ളാഹുവിനെ ഇഷ്ടപ്പെടും വിധം ജീവിതം ക്രമീകരിക്കണേ എന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, പ്രത്യേകമായി വസിയ്യത്ത് ചെയ്യുകയാണ്. മുഅ്മിനുൽ ഇഹ്തിറാമുൽ വാലിദൈൻ വതഅദ്ദുബു മഅഹും. മാതാപിതാക്കളെ ബഹുമാനിക്കാറുണ്ട്.
നമ്മൾ വിട്ടുപോകാൻ പാടില്ലാത്ത സംഗതിയാണ്, നമുക്കറിയാവുന്നതാണ്. മറത്തൻ അബ്സറ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റജുലൈനി, രണ്ടാളുകളെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു യംശിയാൻ ഫി തരീഖ്, രണ്ടുപേരും അങ്ങാടിയിലൂടെ വഴിയിലൂടെ നടന്നു പോവുക. വഖാല അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ലിഅഹദിഹിമാ മാ ഹാദാ മിൻക, അതിലൊരാളോട് ചോദിക്കുക ഇതാരാ നിന്റെ എന്നൊരാളോട് ചോദിക്കുന്നു. വഖാല അബി, അതെൻ്റെ ഉപ്പയാ. അദ്ദേഹം മുന്നിലാണ് നടന്നു പോകുന്നത്, ബാക്കിലാണ് ഉപ്പയുള്ളത്. ആ കാര്യം അബൂ ഹുറൈറ മനസ്സിലാക്കിയിട്ട് ചോദിക്കുക ഇതാരാ നിന്റെ, ഇതെൻ്റെ ഉപ്പയാ. അദ്ദേഹം പറഞ്ഞു കൊടുത്തു ലാ തുസമ്മീഹി ബിസ്മിഹി വലാ തംശി അമാമഹു വലാ തജ്ലിസ് ഖബ്ലഹു, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്റെ പിതാവിൻ്റെ നിനക്ക് വേണ്ടി ജീവിതം മുടിഞ്ഞു വെച്ച് നീയാക്കിയ നിന്റെ പിതാവിൻ്റെ മുന്നിലായി നീ നടക്കരുത്. വലാ തംശി അമാമഹു, അദ്ദേഹത്തിന്റെ മുമ്പിൽ നടക്കരുത്. വലാ തുസമ്മീഹി ബിസ്മിഹി, അദ്ദേഹത്തിന്റെ പേരെടുത്ത് വിളിക്കരുത്. വലാ തജ്ലിസ് ഖബ്ലഹു, അദ്ദേഹത്തിന്റെ മുന്നിലായിട്ട് നീ ഇരിക്കുകയും ചെയ്യരുത്. ഇങ്ങനെയുള്ള ഒരുപാട് മര്യാദകൾ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുണ്ട്. വഹാമിൽ ഖുർആൻ, ഖുർആൻ അറിയാവുന്ന ആളുകൾ, അതേപോലെ വൈക്രാമിദ് സുൽത്താൻ അൽ മുഖ്സിദ്, നീതിമാനായ സുൽത്താന്റെ മുമ്പിലുള്ള അദ്ദേഹത്തോടുള്ള ബഹുമാനങ്ങൾ, അങ്ങനെ ഒരുപാട് വിഷയങ്ങളിലായി പരന്നു കിടക്കുന്ന സുദീർഘമായ വിഷയത്തിന്റെ ഏതാനും ഭാഗങ്ങളാണ് ഇവിടെ ഓർമ്മപ്പെടുത്തിയത്. അഹ്സിൻ ഇലന്നാസി തസ്തഅ്ബിദ ഖുലൂബഹും ഫമാ ഫതഅലമാ ഇസ്തഅ്ബദൽ ഇൻസാനി ഹിസാനു, ജനങ്ങളിലേക്ക് നന്മ ചെയ്തുകൊണ്ട് അവരെ ആദരിച്ചുകൊണ്ട് അവരുടെ ഹൃദയം പിടിച്ചെടുക്കാൻ നോക്കുക, അവരുടെ സ്നേഹവും ബഹുമാനവും ഒക്കെ കൈപ്പറ്റാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ഇത്ര ആളുകളെ സമൂഹത്തിൽ കാണാൻ സാധിക്കുമെന്ന് ചോദിക്കുന്നുണ്ട് ഒരു കവി. ഈ നിലക്ക് കാര്യങ്ങൾ ആ നിലക്ക് കാണുകയും ശ്രദ്ധയോടുകൂടി ജീവിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പാപങ്ങൾ നമുക്ക് പുറത്തു നിന്ന് ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غفور المذنبين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. طيب سراهم واجعل الجنه مواهم. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم احفظ الكويت من كل مكروه. اللهم وفق لامير البلاد وولي عهدهما بما تحبه وترضاه. اللهم اجعل الكويت سخاء رخاء وسائر بلاد المسلمين. واخر دعوانا الحمد لله رب العالمين.